പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 41 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തുപോയി. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവിടുന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ എല്ലാ രോഗങ്ങളെയും ദുരിതങ്ങളെയും, ഇന്ന് നിങ്ങൾക്കുണ്ടായ എല്ലാ സഹനങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കാൻ പോകുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെ മേലും കനിവ് തോന്നുന്ന രാത്രിയാണ്. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനസ്താപത്തിൻ്റെ ഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുതാപമുള്ള ഹൃദയത്തോട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ എനിക്ക് കൃപ തരണമേ. അറിഞ്ഞും അറിയാതെയും ദൈവസന്നിധിയിൽ ചെയ്തു പോയ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ദയതോന്നി എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ സൗഖ്യമുള്ളവളാകും. ഈ രാത്രിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദര സംബന്ധമായ എല്ലാ രോഗികൾക്കു വേണ്ടി ഈ രാത്രിയിൽ പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ഈ മക്കളുടെ മേൽ കരുണ തോന്നി. ഇവരുടെ പാപങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ, തെറ്റുകൾ, അറിയാതെ പറ്റിപ്പോയ എല്ലാ അബദ്ധങ്ങളും എല്ലാം നീ ക്ഷമിക്കണമേ. ഈ സമയം നിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാൻ ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും നീ ഈ രാത്രിയിൽ പൂർത്തീകരിക്കണമേ. നീ ഞങ്ങളെ സൗഖ്യപ്പെടുത്തിയാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാകും. നീ ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ രക്ഷയുടെ മക്കളായി മാറും. ഈ രാത്രിയിൽ കർത്താവെ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, ശരീരവേദനയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഗ്യാസിൻ്റെ അസുഖം കാരണം വലിയ അസ്വസ്ഥതയിൽ കഴിയുന്ന ചില മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാഡീ ഞരമ്പുകൾക്കെല്ലാം രോഗം ബാധിച്ച മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് അടിമപ്പെട്ട മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് സർജറി കഴിഞ്ഞ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവർക്കു വേണ്ടി, പ്രത്യേകിച്ച് ഹൃദ്രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ ബാധിതരായ എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ അത്ഭുതകരമായ ശക്തി അയച്ച് നിന്റെ സൗഖ്യത്തിൻ്റെ കരം തൊട്ട് ഈ മക്കൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ. നിനക്കെല്ലാം സാധ്യമാണല്ലോ. കർത്താവേ, നിന്റെ സന്നിധിയിൽ ചെയ്തുപോയ തെറ്റുകളെ, പാപങ്ങളെ പുറത്ത് നീ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. കർത്താവായ ദൈവമേ, നിന്റെ തല മുതൽ പാദം വരെ ഈശോയെ ഒഴുകിയ രക്തം കൊണ്ട് ഈ മക്കളുടെ തല മുതൽ പാദം വരെ കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ ഓരോ തിരുമുറിവുകളിലേക്കും ഈ മക്കളെ ഞാൻ ചേർത്തു വെക്കുന്നു. രോഗികളായ എല്ലാവരെയും ഞാൻ ചേർത്തു വെക്കുന്നു. നിന്റെ തിരുമുറിവുകളിൽ കൂടി ഇവർക്ക് സൗഖ്യം നൽകണമേ. ഈശോയെ, വചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നുവല്ലോ, നിന്റെ തിരുമുറിവുകളാൽ ഞങ്ങൾ സൗഖ്യപ്പെട്ടു, സൗഖ്യമുള്ളവരായി. എല്ലാ രോഗികൾക്കും ഈ രാത്രിയിൽ സൗഖ്യം നൽകണമേ. കർത്താവായ ദൈവമേ, ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ ഒത്തിരി
നല്ല അനുഭവങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. ദൈവമേ, പല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ ഇന്ന് രക്ഷിച്ചതിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ദുഷ്ടന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ നീ ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. വഞ്ചിതരിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം നീ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ജ്ഞാനവും അറിവിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ദുഷ്ടന്റെ കെണികളിൽ അകപ്പെടുത്താതെ നീ ഞങ്ങൾക്ക് വിവേകപൂർവം പിന്മാറാനുള്ള ശക്തി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. തക്ക സമയത്ത് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നഷ്ടങ്ങൾ വരാതെ ഇന്ന് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കൂടെ ഇരുന്ന് സുഖനിദ്ര നൽകി ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും ഹൃദയത്തിനും സൗഖ്യം നൽകി ദൈവമേ, ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അതിരാവിലെ നിന്റെ മഹത്വം കണ്ട് ഉണരുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഉണർത്തണമേ, ഉറക്കമുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ അതിരുകളില്ലാത്ത സ്നേഹത്താൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാവർക്കും നിന്റെ അനുഗ്രഹം നൽകി നിന്റെ ഇടപെടൽ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അതിജീവിക്കാനുള്ള ശക്തിയും ബലവും നൽകി അവരുടെ ഹൃദയത്തിന്റെ ഭയം നീക്കി നീ അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, പ്രത്യേകമായി ഞാൻ സാറ എന്ന മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗർഭിണിയായ ഈ മകളുടെ ജീവിതത്തിൽ നീ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ. ഒത്തിരി സഹനങ്ങളിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഈ മകൾക്ക് കർത്താവേ സമാധാനവും സന്തോഷവും നൽകി എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും ഈ മകളെ വിടുവിക്കണമേ. ദൈവമേ, ഗർഭിണികളായ എൻ്റെ എല്ലാ സഹോദരിമാർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഇവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇവർക്ക് നല്ല ആരോഗ്യം നൽകി സന്തോഷവും സമാധാനവും നൽകി ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കണമേ, മനസ്സിനെ സംരക്ഷിക്കണമേ, എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തരാക്കണമേ. ഗർഭസ്ഥ ശിശുക്കളുടെ മേൽ നീ ഇപ്പോൾ തന്നെ കരം വെച്ച് അവർക്ക് സംരക്ഷണം നൽകണമേ, സൗഖ്യം നൽകണമേ. ദൈവമേ, നീ ആഗ്രഹിക്കുന്ന മക്കളായി വളർത്തിയെടുക്കാൻ ഇവർക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും അവരായിരിക്കുന്ന സ്ഥലത്ത് നീ നൽകണമേ. അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവമേ, സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, വേദനയിൽ നിന്നും, അസ്വസ്ഥതയിൽ നിന്നും നിങ്ങളെ സൗഖ്യപ്പെടുത്തി വിടുതൽ നൽകി ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സംരക്ഷണം നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.